എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ NSSനെ മൊത്തമായി വഞ്ചിച്ച് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ചാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ കണ്ണീരൊഴുക്കിയ ഒരു സംഭവമായിരുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശനം. ഇരുട്ടിൻ്റെ മറവിൽ എവിടുന്നോ കൊണ്ടുവന്ന സ്ത്രീകളെ ചാക്കിൽ കെട്ടിയും ഹെൽമറ്റിട്ടും ട്രാക്കിൽ കടത്തി ശബരിമല ധർമ്മശാസ്താവിൻ്റെ തിരുനടയിൽ കൊണ്ടുപോയി തൊഴിച്ചിട്ട് ഹിന്ദു ഭക്തരെ മൊത്തവും മുഖത്ത് നോക്കി ക്രൂരമായ രീതിയിൽ ചിരിച്ച അന്നത്തെ ഭരണാധികാരി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: സ്ത്രീകൾ ഇനിയും കയറാൻ വന്നാൽ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അതിനുപരിയായി നായർ സമുദായത്തിനെതിരെ നായർ സ്ത്രീകളെയും ആരാധനായ മന്നത്ത് പത്മനാഭനെയും ഒക്കെ അധിക്ഷേപിച്ച് ശ്രീ മന്നത്ത് പത്മനാഭൻ പിഴച്ചുണ്ടായ സന്തതിയാണെന്നും നായർ സമുദായത്തിലെ പെണ്ണുങ്ങളെല്ലാം, സ്ത്രീകളെല്ലാം നമ്പൂതിരിമാരകത്ത് വരുമ്പോൾ നായന്മാരെ ഭർത്താക്കന്മാർ ചെരുപ്പിന് കാവൽ നിൽക്കുമെന്നും ഒരു സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിച്ച ഒരു പ്രസ്ഥാനത്തിൽ ഇപ്പോൾ സുകുമാരൻ നായർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് യോജിച്ച പേരല്ല നായർ. സുകുമാരൻ കൊണ്ട് ചേക്കേറിയിരിക്കുകയാണ് ആ പ്രസ്ഥാനത്തിൽ. കേരളത്തിലെ അമ്മമാരും കുഞ്ഞുങ്ങളും ഭക്തജനങ്ങളും ഒരേപോലെ കണ്ണീരൊഴുക്കിയ ദിവസമായിരുന്നു എവിടെയോ കിടന്നാണ് അലവരാധികളായ 2-3 സ്ത്രീകളെ കൊണ്ട് ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ നടയിൽ കൊണ്ടുപോയിട്ട് അന്നത്തെ ഭരണാധികാരികൾ ചിരിച്ച ചിരി ഒരിക്കലും ഒരു ഭക്തനായ ഒരു സമൂഹം മറക്കില്ല. NSSൽ എന്തെങ്കിലും പ്രയോജനം ഈ സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിട്ടുണ്ടോ? മറ്റ് സമുദായങ്ങളെ കണ്ടുപഠിക്കട്ടെ. ഈ സമുദായത്തിന് വേണ്ടി വിധവകളായ കുടുംബങ്ങളുണ്ട്, പഠിക്കാൻ നിർവാഹമില്ലാത്ത കുട്ടികളുള്ള വീടുണ്ട്. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പരിഗണന ഈ NSS എന്ന പ്രസ്ഥാനം നൽകുന്നുണ്ടോ? ഒരു അഡ്മിഷനായി NSS കോളേജ് ചെല്ലുകയാണെങ്കിൽ ആയിരങ്ങൾ ലക്ഷങ്ങളാണ് കൊടുക്കേണ്ടത്. നിർധനരായ അനേകം കുട്ടികൾ പഠിക്കുന്ന NSS സമുദായമാണ് ഇവിടെയുള്ളത്. ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഈ NSSും കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? കല്യാണം കഴിക്കുമ്പോൾ ഒരു ലെറ്റർ നായരൊന്ന് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി, എന്താ അതില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ലേ? അതില്ലെങ്കിൽ പെണ്ണ് കിട്ടില്ലേ? അതില്ലെങ്കിൽ ചെറുക്കനെ കിട്ടില്ലേ? അതിനുവേണ്ടി മാത്രമാണോ ഈ NSS സംഘടന? കേരളത്തിലെ എല്ലാ പൊതുസമൂഹത്തിലെ ജനങ്ങളും രാഷ്ട്രീയവും ജാതിയും മതവും മറന്ന് ശബരിമല ധർമ്മശാസ്താവിനെ കാണാൻ പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കാതെ സ്ത്രീകളെ കയറ്റി ഉല്ലസിച്ച ഒരു പ്രസ്ഥാനത്തോടു കൂടി നായർ സമുദായത്തെ മൊത്തം അധിക്ഷേപിക്കുമ്പോൾ ആ നായർ സമുദായത്തിനുണ്ടാകുന്ന മുറിവ് എത്രത്തോളം വലുതാണെന്ന് ശ്രീ സുകുമാരൻ മനസ്സിലാക്കണം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ വലിയ ഡീലുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. നായർ സമുദായം ഒന്നടങ്കം ഇതിനെ പ്രതിഷേധിക്കണം. കരയോഗത്തിൻ്റെ സെക്രട്ടറിക്ക് ബഹുമാനം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ഉദ്ധരിച്ചായിരിക്കും. നിലപാടുകൾ വ്യക്തമാണെങ്കിൽ ആ നിലപാടുകളെ അംഗീകരിക്കാൻ നായർ സമുദായത്തിലെ ഓരോ വ്യക്തികളും കൂടെ ഉണ്ടാകും, ഓരോ വ്യക്തികളും അനുസരിക്കും. പക്ഷേങ്കിൽ നായർ സമുദായത്തെ മൊത്തവും കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ കൊണ്ടുവെക്കാമെന്ന് സുകുമാരൻ വിചാരിച്ചാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഏത് വ്യക്തിക്കും അവരുടേതായ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്,
ഇപ്പോഴും എൻ്റെ ചിന്താഗതി കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ്. പക്ഷേ ശബരിമലയിൽ വിശ്വാസം തകർത്ത ഒരു പ്രസ്ഥാനത്തോട് ഒരിക്കലും നമുക്ക് കൂറുപെടുത്താൻ പറ്റില്ല. സഖാവ് EMS നമ്പൂതിരിപ്പാട് വരെ ഈ ഒരു പ്രസ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിൽ വളരെ വ്യക്തമായി സുവ്യക്തമായി ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. അതിനുശേഷം ബഹുമാന്യായ ശ്രീ അച്യുതാനന്ദനും ഒരു പരിധിവരെ അംഗീകരിക്കപ്പെട്ടതാണ്. അതിനുശേഷം പീഡനവും പ്രീണനവും നടത്തി മതവിശ്വാസികളെ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിനെ ശ്രീ സുകുമാരൻ നായർ, ശ്രീ സുകുമാരൻ എന്തിനു തുണയ്ക്കുന്നു എന്ന് ഇതുവരെ മനസ്സിലായത്. നായർ സമുദായത്തെ ഒന്നടങ്കം, നായർ സ്ത്രീകളെ ഒന്നടങ്കം മന്നത്ത് പത്മനാഭനെ അധിക്ഷേപിച്ച ഒരു പ്രസ്ഥാനത്തിനോടൊപ്പം കൂടാൻ ഈ സുകുമാരൻ എങ്ങനെ സാധിക്കുന്നു? ഇദ്ദേഹത്തിനെ പറഞ്ഞു തിരുത്താൻ ആരുമില്ലേ? ഇദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആരുമില്ലേ? അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി നായർ സമുദായത്തെ ഒന്നടക്കം ഇത്ര അധിക്ഷേപിക്കുന്നത് ഭൂഷണമല്ല. ഇത് എല്ലാ നായന്മാരും തിരിച്ചറിയണം. ഇവിടെ ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമില്ല. പക്ഷേ എങ്കിൽ തന്നെയും സമുദായത്തെ ഒന്നടങ്കം വേദനിപ്പിച്ച ഒരു പ്രവൃത്തിയോട്, ഒരു പ്രസ്ഥാനത്തോട് വ്യക്തിപരമായി അദ്ദേഹം ആയിക്കോട്ടെ, കുഴപ്പമില്ല, അദ്ദേഹത്തിന് എന്ത് വേണം എടുക്കാം, സമദൂരമോ ദീർഘദൂരമോ എന്തു ദൂരം ആയിക്കോട്ടെ. പക്ഷേ നായർ സമുദായത്തിന് ഒരു രൂപയുടെ പോലും പ്രയോജനം ചെയ്യാതെ, നായർ സമുദായത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു സേവനവും നൽകാതെ നായർ സമുദായത്തെ അധിക്ഷേപിക്കുന്ന ശ്രീ സുകുമാരനെ ഒറ്റപ്പെടുത്തണം എല്ലാവരും. അദ്ദേഹം രാജിവെക്കുക തന്നെയാണ് നല്ലത്. ഈ സമുദായം രക്ഷപ്പെടണമെങ്കിൽ അദ്ദേഹം ആ കസേരയിൽ നിന്ന് ഇറങ്ങി തന്നെ പോകണം. എല്ലാ സമുദായ കരയോഗ അംഗങ്ങളും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനെതിരെ തീർച്ചയായിട്ടും അവരവരുടെ കരയോഗത്തിൽ പ്രതിഷേധം അറിയിക്കണം. ഇതിനെതിരെ ശക്തമായ നടപടി കരയോഗം എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.